നമസ്കാരം, ഞാൻ ഡോക്ടർ ടെനി. കോൺസ്റ്റിപ്പേഷനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. പലരും പല രീതിയിലാണ് അത് അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദിവസങ്ങളോളം എടുത്ത് പുറന്തള്ളപ്പെടുന്ന ഒരു രീതി, അതല്ല എങ്കിൽ ദിവസവും മോഷൻ പോകുമെങ്കിലും ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് ഹാർഡായിട്ടുള്ള സ്റ്റൂള് കോൺസ്റ്റിപ്പേഷനായിട്ട് നമുക്ക് കരുതാം. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ മോഷൻ പോയി കഴിഞ്ഞാലും ഒരു എംപ്റ്റിനെസ് തോന്നാതെ വീണ്ടും പോകാൻ തോന്നുക, ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുക. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം ദഹിച്ച് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ എത്തിച്ചേരും. ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത് അസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സ് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ, സിഗ്മോയിഡ്, ഇത് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് റെക്റ്റത്തിലോട്ടും ഏനസിലോട്ടുമാണ്. അപ്പം ഈ പകുതി ദഹിച്ച ഈ ഫുഡ് മെറ്റീരിയൽ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വഴി പോവുകയാണ്. അപ്പോൾ ആ ഒരു പോകുന്നതെന്ന് വെച്ചാൽ കൊളോൺ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു പെരിസ്റ്റാൾസിസ് കാരണമാണ് ഫുഡ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഇത് അബ്സോർബ് ചെയ്യും, കൊളോണിൽ വെച്ചിട്ട്, അതായത് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ വാട്ടറും അബ്സോർബ് ചെയ്യും. അപ്പം വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നത് കാരണം ഈ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു ദഹിച്ച ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത്, അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് വിളിക്കാം, ആ ലൂസായിട്ടുള്ള സ്റ്റൂള് ഹാർഡാവുകയും അത് ഇങ്ങനെ പോയി നമ്മുടെ രക്തത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ നമുക്ക് മോഷൻ പോകാൻ തോന്നുമ്പോൾ നമ്മുടെ ഏനൽ സ്പിഞ്ചർ റിലാക്സ് ചെയ്തിട്ട് എക്സ്പെൽ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദിനചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ആദ്യം നിർവഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മോഷൻ പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് ഈ സ്റ്റൂൾ ഇങ്ങനെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ടോക്സിൻസ് വീണ്ടും റീഅബ്സോർബ് ആവും നമ്മുടെ ബോഡിയിലോട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കും, നമ്മുടെ ആകമൊത്തം ഹെൽത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. നമുക്ക് ചിലപ്പം സ്കിൻ റാഷസ് ഒക്കെ കോൺസ്റ്റിപ്പേഷൻ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ എന്ത് അസുഖമായിട്ട് ചെന്നാലും ഡോക്ടേഴ്സ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മോഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, നമ്മളുടെ ചിലപ്പം വലിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ആരോഗ്യക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് പരിഹരിച്ചാൽ തന്നെയും അതിൻ്റെ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് ആ രോഗത്തിന് കിട്ടും. അപ്പം നമ്മുടെ മൊത്തം മെൻ്റൽ ഹെൽത്തിനെ ഉൾപ്പെടെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ വന്നാൽ പല കോംപ്ലിക്കേഷൻസ് നമുക്കുണ്ടാവും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഹെമറോയിഡ്സ്, അതായത് പൈൽസ്, പിന്നെ ഫിഷർ ഉണ്ടാവാം, പിന്നെ ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാം. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതായത് നമ്മൾ ആവശ്യത്തിൽ ഉള്ള വെള്ളം കുടിക്കാതിരിക്കുക. ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നൊരു കണക്കിൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആവശ്യത്തിനുള്ള എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് മൂലം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂലം, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും നമ്മുടെ ഡയറ്റിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്താത്തത് മൂലം, നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലമൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. ഇനി ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ നമ്മുടെ ബോഡി പല രീതിയിലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അതിലൊന്നാണ് ഈ കൊളോണിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് പോകുമ്പം അതിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ കൊളോൺ അബ്സോർബ് ചെയ്യും. അത് നമ്മൾ വെള്ളം കുടിക്കാത്തത് മൂലം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരുപാട് അതിൽ നിന്ന് ജലാംശം വലിച്ചെടുക്കുകയും നമ്മുടെ സ്റ്റൂൾ അതുമൂലം ഹാർഡാവുകയും ചെയ്യും. രണ്ടെന്ന് പറയുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് മൂലം ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഗട്ട് മൊബിലിറ്റി ഉണ്ടാകും. അതായത് ഗട്ട് മൊബിലിറ്റി ഉണ്ടാകുമ്പോൾ ഈ പെരിസ്റ്റാൾസിസ് ഒക്കെ നന്നായിട്ട് നടന്നിട്ട് നമ്മുടെ ഈ മോഷൻ കറക്റ്റായിട്ട് പോയി നമുക്ക് എന്താ പറയുക, മോഷൻ പുറത്ത് പോകാൻ പറ്റും. അതല്ല, നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗട്ട് മൊബിലിറ്റി നന്നായിട്ട് നടക്കാതെ ഈ നമ്മുടെ ഈ സ്റ്റൂള് പതിയെ ആയിരിക്കും, അതായത് വളരെ സ്ലോയിലായിരിക്കും ആ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് വഴി പോകുന്നത്. അതുമൂലം ഈ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. ഈ ജലാംശമൊക്കെ വളരെ അധികമായിട്ട് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റൂൾ ഹാർഡാവും. അപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈല് ഈ പല രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. പിന്നെ ധാരാളം കോഫി കുടിക്കുന്നതൊരു പ്രശ്നമാണ്. പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഒരു റീസണാണ്. പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഒരു പ്രശ്നമാണ്. ഇനിയും പ്രഗ്നൻസി ഒരു കാരണമാണ്. പ്രഗ്നൻസിയിൽ ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഈ പ്രൊജസ്ട്രോണൊക്കെ കൂടുമ്പോൾ ഗട്ട് മൊബിലിറ്റി കുറയും. അങ്ങനെ നമുക്ക് സ്റ്റൂൾ ഹാർഡായി കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ യൂട്രസ് വികസിക്കുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ, അത് നമ്മുടെ ആ ഒരു രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉണ്ടെങ്കിൽ, പിന്നെ സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാം.
പിന്നെ ഉള്ളതാണ് പെൽവിക് ഫ്ലോർ ഡിസ്ഫങ്ഷൻ. അത് നമുക്ക് ജന്മനാ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ഇത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഒരു പ്രൈമറി റീസൺ എന്ന് വെച്ചാൽ കോളോണിൽ എന്തെങ്കിലും, അതായത് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്റ് തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക. ഇനി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമ്മളിത് ഒക്കെ മനസ്സിലാക്കി, അതായത് വെള്ളം നന്നായിട്ട് കുടിക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കുക. അത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി കഴിച്ചാൽ നമുക്ക് ഒന്നാമതേ കോൺസ്റ്റിപ്പേഷൻ ആകുമ്പം ബ്ലോട്ടിങ്, അതായത് വയറ് വീർക്കൽ, ഗ്യാസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ, പെട്ടെന്ന് ഒത്തിരി വാരി വലിച്ച് കഴിച്ചാൽ നമുക്ക് ഈ ഗ്യാസൊക്കെ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മിതമായിട്ട് തുടങ്ങാവുള്ളൂ. ഇപ്പം നമ്മളത് ശ്രദ്ധിക്കണം. അടുത്തതാണ് പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കുക. ഇപ്പോൾ തൈര് പോലുള്ളത്, തൈര്, മോര്, പിന്നെ നമ്മുടെ ഈ പഴങ്കഞ്ഞി, അതൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചിയ സീഡ് നല്ലതാണ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ പംകിൻ സീഡ്, ഇതൊക്കെ കഴിക്കാം. നട്ട്സ് കഴിക്കാം. നട്ട്സൊക്കെ കുതിർത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പയറ് വർഗ്ഗങ്ങളാണ്, ചെറുപയർ, അതൊക്കെ കഴിക്കാം. ഈ ചെറുപയറൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കുമെങ്കിലും നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പം ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നന്നായിട്ട് കുക്ക് ചെയ്ത് കുക്കറിൽ കുക്ക് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹോൾ ഗ്രെയിൻ കഴിക്കാം, നമ്മൾ ഓട്ട് മീൽ, പിന്നെ ബ്രൗൺ റൈസ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. വെള്ളം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ എക്സസൈസ് നന്നായിട്ട് ചെയ്യുക. നല്ലൊരു ഉറക്കം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും നമ്മുടെ ബ്രെയിനും ഗട്ടും തമ്മിലൊരു ആക്സസ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭയങ്കര സ്ട്രെസ്സായിട്ടും ഭയങ്കര ഉറക്കമില്ലായ്മ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം ഒട്ടും നല്ലതല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ഉറങ്ങുക. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ നോക്കുക. നല്ലൊരു ബൗൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ശരിക്കും നമ്മുടെ ആയുർവേദത്തിൽ ദിനചര്യയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുക, മോഷൻ പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതൊരു നല്ല കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏത്തപ്പഴം നല്ലതാണ്, ഏത്തപ്പഴം കഴിക്കാൻ. ആപ്പിൾ നല്ലതാണ്. ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറു കുപ്പി ഒരു കുപ്പിയുടെ ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് ചൂടുവെള്ളം നിറയ്ക്കുക. നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂട്, അത് നമ്മുടെ വയറ്റിൽ ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ മസാജ് ചെയ്യുന്നതും ഈ കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് ഗുണം ചെയ്യും. പ്ലം ഒക്കെ നല്ല ഫ്രൂട്ട്സിൽ. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുക. കാരണം ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു ലാക്സേറ്റീവ് എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് അത് പോവേണ്ട ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ഡയറ്റ് കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കി എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.